ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 6 ദനഹ തിരുനാളായി സുറിയാനി സമൂഹം ആഘോഷിക്കുന്നു. ലത്തീൻ സഭ എപ്പിഫനി തിരുനാളായി ഇത് ജനുവരി 2-നും 8-നും ഇടയ്ക്ക് വരുന്ന ഞായറാഴ്ച ആഘോഷിക്കുന്നു. എപ്പിഫനി ഗ്രീക്ക് ഭാഷയിൽ നിന്ന് രൂപപ്പെട്ട ഇംഗ്ലീഷ് പദമാണ്. ദനഹ ഒരു സുറിയാനി വാക്കാണ്. ഇരുപദങ്ങളുടെയും അർത്ഥം പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്ന് തന്നെയാണ്. ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ വരവ്, ഈശോയുടെ മാമോദിസ, കാനായിലെ അത്ഭുതം എന്നീ 3 കാര്യങ്ങളാണ് പാശ്ചാത്യ സഭ അനുസ്മരിക്കുന്നത്. പ്രഥമസ്ഥാനം ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ വരവിന് തന്നെയാണ്. പൗരസ്ത്യ സഭകളിലെല്ലാം ഈശോയുടെ മാമോദിസ മാത്രമാണ് ഈ തിരുനാളിൽ അനുസ്മരിക്കപ്പെടുക. രാക്കുളിപ്പെരുന്നാൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ തിരുനാളിൽ രാത്രികാല കുളി, ആചാരപരമായൊരു കുളി ഉൾപ്പെട്ടിരിക്കുന്നു. മാർത്തമ്മ നസ്രാണികൾ ജനുവരി 5 രാത്രി നദിയിലോ തടാകത്തിലോ കുളിക്കുക പതിവായിരുന്നു. ഈശോയുടെ മാമോദിസായെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ആചാരപരമായ കുളി. രാത്രി പന്തങ്ങൾ കത്തിച്ചു പിടിച്ചുകൊണ്ട് ദൈവം പ്രകാശമാകുന്നുവെന്നർത്ഥം വരുന്ന എൽപ്പയ്യ എൽപ്പയ്യ എന്ന സുറിയാനി വാക്ക് അവർ വിളിച്ചു പറയുമായിരുന്നു. ദീപങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം കുളി രാത്രിയിലേക്കാക്കിയതും രാക്കുളി തിരുനാൾ എന്ന് ഇതിന് പേര് വന്നത്. നമുക്ക് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായോട് ചേർന്ന് ഈ തിരുനാൾ ആഘോഷിക്കാം. ആമേൻ.